രാജ്യത്ത് വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണ വായ്പ. ബാങ്കുകളും ബാങ്ക് ഇതര വായ്പാ ദാതാക്കളും സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി നൽകുന്ന വായ്പകൾ മാർച്ച് അവസാനത്തോടെ 50% വർദ്ധിച്ച് 19 ലക്ഷം കോടി രൂപയിലെത്തി. ഈ സാഹചര്യത്തിൽ സ്വർണ്ണം വിൽക്കാൻ ആളുകൾ ജ്വല്ലറിയിൽ എത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്ത് വീണ്ടും കുതിച്ചുയരുകയാണ് സ്വർണ്ണ വായ്പ. ബാങ്കുകളും ബാങ്കിതര വായ്പാ ദാതാക്കളും സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി നൽകുന്ന വായ്പകൾ മാർച്ച് അവസാനത്തോടുകൂടി 50% വർദ്ധിച്ച് 19 ലക്ഷം കോടി രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഇത് റീറ്റെയിൽ വായ്പകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമാക്കി സ്വർണ്ണ വായ്പയെ മാറ്റിയതായാണ് ഡാറ്റകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾക്കെതിരായ ഉയർന്ന വായ്പകൾ മഞ്ഞലോഹത്തിന്റെ മൂല്യത്തിലുണ്ടാകുന്ന കുതിച്ചുചാട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇത് 12 മാസത്തെ തുടർച്ചയായ ഡോളറിന്റെ അടിസ്ഥാനത്തിൽ 36% വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ കടമെടുക്കലിന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം ഈ വായ്പാ തരത്തിന് മൊത്തം വരുമാനം വർദ്ധിപ്പിച്ചതായി ദാതാക്കൾ പറയുന്നുണ്ട്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിയുടെ ഹൗ ഇന്ത്യ ലെൻസ് റിപ്പോർട്ട് പ്രകാരം മൊത്തത്തിലുള്ള റീറ്റെയിൽ വായ്പാ വിപണി വർഷം തോറും 17% വർദ്ധിച്ച് 170 ലക്ഷം കോടി രൂപയായി. നീണ്ട പേപ്പർ വർക്കുകളോ കർശനമായ വരുമാന പരിശോധനകളോ ആവശ്യമായി വന്നേക്കാവുന്ന മറ്റു ചില വായ്പകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണ്ണ വായ്പകൾ പലപ്പോഴും വേഗത്തിൽ ലഭ്യമാകും. അതുതന്നെയാണ് സാധാരണക്കാരെ കൂടുതൽ ഇതിലേക്ക് അടുപ്പിക്കുന്നതും. പല കുടുംബങ്ങൾക്കും അടിയന്തര ഘട്ടങ്ങളിൽ സ്വർണം ഒരു സാമ്പത്തിക സുരക്ഷാ വലയം തീർക്കുന്നുണ്ട്. ആഭരണങ്ങൾ വിൽക്കുന്നതിനു പകരം ആളുകൾക്കത് താൽക്കാലികമായി പണയം വയ്ക്കുകയോ ആവശ്യമുള്ളപ്പോൾ പണം കടം വാങ്ങുകയോ ചെയ്യാം. അനുകൂലമായ വിപണി സാഹചര്യങ്ങളിലൂടെയും ഉയർന്ന കൊളാറ്ററൽ മൂല്യങ്ങളുടെയും പിന്തുണയോടെ 2026 സാമ്പത്തിക വർഷത്തിൽ ഈ ആവശ്യം ശക്തമായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. 2026 മാർച്ച് വരെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള റീറ്റെയിൽ ലെൻഡിംഗ് പോർട്ട്ഫോളിയോ 170.2 ലക്ഷം കോടി രൂപയായി വളർന്നിട്ടുണ്ട്. ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ 16.6% വർധനവ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.